സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ഹോണ്ടുറാസിൽ തിരുവോസ്തി അവഹേളിക്കാനുള്ള ശ്രമം, വൈദികന്റെ അവസരോചിത ഇടപെടൽ മൂലം ഒഴിവായി. ഹോണ്ടുറാസ് പരിപാവനമായ തിരുവോസ്തി അവഹേളിക്കാനുള്ള ശ്രമം ഹോണ്ടുറാസിലെ കത്തോലിക്ക വൈദികന്റെ സമയോചിതമായ ഇടപെടൽ മൂലം വിഫലമായി. ഹോണ്ടുറാസിലെ സാന്റാ റോസ ഡെ കോപ്പൻ രൂപതയിലെ സെന്റ് ലൂസി ദേവാലയത്തിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ഡിസംബർ 13 അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്കിടെയാണ് മോഷണ ശ്രമം നടന്നത്. ഒക്കുഡെപെക്യുയിലെ സെന്റ് മാർക്ക് ഇവാഞ്ചലൈറ്റ്സ് ഇടവക വികാരിയായ ഫാദർ നെരി അഡാൽബെർട്ടോ ഗോമസ് പേരൻസിന്റെ അവസരോചിതമായ ഇടപെടൽ മൂലമാണ് തിരുവോസ്തി അവഹേളനത്തിൽ നിന്ന് സംരക്ഷിച്ചത്. കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ ലൂസിയുടെ തിരുനാൾ ദിനം കൂടിയായ ഡിസംബർ 13 സെന്റ് ലൂസി ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുവാൻ ഫാദർ അഡാൽബെർട്ടോയെയായിരുന്നു ക്ഷണിച്ചിരുന്നത്. നിരവധി വിശ്വാസികൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് വരിയായി നിന്നിരുന്ന വിശ്വാസികൾക്കൊപ്പം ശരാശരിയിൽ കവിഞ്ഞ ഉയരവും ടീഷർട്ടും തൊപ്പിയും ധരിച്ച മീശയുള്ള ഒരാളുണ്ടായിരുന്നു. തികച്ചും ബഹുമാനക്കുറവോടെയാണ് ഇയാൾ നിന്നിരുന്നതെന്ന് ലൈവ് സ്ട്രീമിംഗ് വീഡിയോയിൽ വ്യക്തമായിരുന്നു. വൈദികൻ യേശുവിന്റെ തിരുശരീരം എന്ന് പറയുന്നത് കേട്ടിട്ടും ഇയാളുടെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. വൈദികൻ നാവിൽ തിരുവോസ്തി വെക്കുന്നതിന് കാത്തു നിൽക്കാതെ മോഷ്ടാവ് വായ മുന്നോട്ട് കൊണ്ടുചെന്ന് തിരുവോസ്തി പല്ലുകൾ കൊണ്ട് കടിച്ചെടുക്കുകയായിരുന്നു. തിരുവോസ്തിയുടെ പകുതി ഭാഗം വായ്ക്ക് പുറത്തായിരുന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്ന മോഷ്ടാവ് വൈദികനെ നോക്കി അസ്വസ്ഥമായ രീതിയിൽ ചിരിക്കുകയും തിരുവോസ്തി ഇറക്കാതെ താൻ ഇരുന്ന ഇരിപ്പിടത്തിലേക്ക് തിരികെ പോവുകയും ചെയ്തു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.